ഹായ് ഫ്രണ്ട്സ്, കേരള പ്രവാസി ക്ഷേമനിധിയിൽ അംഗമായിരിക്കുന്നവർ ഈ വെബ്സൈറ്റിൽ സ്വന്തമായി ലോഗിൻ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിന് കാരണമായി പറയുന്നത് ഇപ്പോൾ പ്രവാസി പെൻഷൻ ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും മറ്റ് സേവനങ്ങളും ഓൺലൈൻ ആക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. സ്വന്തമായി ലോഗിൻ ചെയ്യുന്നതിലൂടെ അവരവരുടെ മെമ്പർഷിപ്പിൻ്റെ നിലവിലുള്ള സ്റ്റാറ്റസ്, നാളിതുവരെ നടത്തിയിട്ടുള്ള പണമിടപാടുകൾ, 60 വയസ്സ് തികയുമ്പോൾ പെൻഷൻ അപേക്ഷിക്കുന്നതിനും നിലവിൽ മറ്റ് ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിക്കുന്നതിനും ഇങ്ങനെ സ്വന്തമായി ലോഗിൻ ചെയ്യുമ്പോൾ കഴിയുന്നതാണ്. ഈ പദ്ധതിയിൽ അംഗം ആയിരിക്കുന്നവർക്ക് എങ്ങനെ ഈ സൈറ്റിൽ നിങ്ങളുടെ ഏതെങ്കിലും നിലവിലുള്ള മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. നേരത്തെ അപേക്ഷ സമർപ്പിച്ചപ്പോൾ നൽകിയ മൊബൈൽ നമ്പർ ഇതിന് ആവശ്യമില്ല. ഇപ്പോൾ 1/4/2022 മുതൽ പെൻഷൻ തുക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 1A വിഭാഗത്തിൽപ്പെട്ടവർക്ക് പെൻഷൻ 2000 രൂപയിൽ നിന്നും മിനിമം 3500 രൂപയായും 1B 2A വിഭാഗങ്ങളിലുള്ളവർക്ക് 3000 രൂപയുമായിട്ടാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ അംശാദായമടച്ച വർഷങ്ങൾക്ക് ആനുപാതികമായി 7000 രൂപ വരെ പ്രവാസി പെൻഷൻ ലഭിക്കുന്നതാണ്. മുൻപ് ഇത് 4000 രൂപ വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് 18-ാം വയസ്സിൽ ഈ പദ്ധതിയിൽ ചേരുന്ന ഒരാൾ 60 വയസ്സ് വരെ അംശാദായം അടയ്ക്കുമ്പോൾ ആദ്യത്തെ 5 വർഷത്തിന് ശേഷമുള്ള ഓരോ വർഷത്തിലും അടയ്ക്കുന്ന തുകയുടെ 3% കൂടി പെൻഷനോടുകൂടി ആഡ് ചെയ്യുന്നതിനാലാണ് 7000 രൂപ വരെ പെൻഷൻ ലഭിക്കും എന്ന് പറയുന്നത്. എന്നാൽ 57-ാം വയസ്സിൽ ഈ പദ്ധതിയിൽ ചേരുന്ന ഒരാൾക്ക് 5 വർഷം തുടർച്ചയായി അടച്ച്, അതായത് 62 വയസ്സാകുമ്പോൾ ലഭിക്കുന്നത് 3000 അല്ലെങ്കിൽ 3500 രൂപയായിരിക്കും. ഇവിടെ ഓർത്തിരിക്കേണ്ടത്, ഈ പദ്ധതിയിൽ ചേർന്ന് കഴിഞ്ഞാൽ 60 വയസ്സുവരെ അംശാദായം തുടർച്ചയായി അടയ്ക്കേണ്ടതാണ്. ഇപ്പോൾ പലരും പറയാറുണ്ട്, 60 വയസ്സ് കഴിയുമ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുമല്ലോ, പിന്നെ എന്തിനാണ് ഇതിന് ചേരുന്നത് എന്ന്. എന്നാൽ കുടുംബ വരുമാനത്തിൻ്റെയും മറ്റും മാനദണ്ഡത്തിൽ എല്ലാവർക്കും വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുകയില്ല. എന്നാൽ പ്രവാസി പെൻഷനിൽ ചേർന്ന് കഴിഞ്ഞാൽ അതിന് സാമ്പത്തിക മാനദണ്ഡങ്ങളോ മറ്റു മാനദണ്ഡങ്ങളോ നോക്കാറില്ല. അപേക്ഷിക്കുന്ന എല്ലാവർക്കും 60 വയസ്സാകുമ്പോൾ പെൻഷൻ ലഭിക്കുന്നതാണ്. Pravasikerala.org എന്ന വെബ്സൈറ്റിലൂടെ വളരെ എളുപ്പം ഇതിൽ അംഗമാകാൻ ഓൺലൈനിൽ കൂടി ആർക്കും സാധിക്കുന്നതാണ്. അതിന് കഴിയില്ല എങ്കിൽ അടുത്തുള്ള അക്ഷയ സെൻ്ററുകളെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. പ്രവാസി പെൻഷൻ്റെ മാസം തോറും അടയ്ക്കുവാനുള്ള അംശാദായ തുക ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഇപ്പോഴും പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവർ മാസം 300 രൂപയായിരുന്നു അംശാദായം അടയ്ക്കേണ്ടത് എങ്കിൽ ഇപ്പോൾ അത് ഏപ്രിൽ 2022 മുതൽ 350 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ 2 വർഷക്കാലം പ്രവാസ ജീവിതം, 2 വർഷക്കാലമോ അതിനു മുകളിലോ പ്രവാസ ജീവിതം നയിച്ച് ഇനിയും തിരിച്ചു പോകാതെ 6 മാസത്തിൽ കൂടുതൽ നാട്ടിൽ തന്നെ കഴിയുന്നവർ 100 രൂപയായിരുന്നു അംശാദായം അടയ്ക്കേണ്ടത് എങ്കിൽ അത് ഇപ്പോൾ 200 രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. ഇതിൽ അംഗങ്ങളാകുന്നത് എങ്ങനെയെന്ന് നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിൽ കൂടിയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത്. 200 രൂപയാണ് ഇതിന് അപ്ലൈ ചെയ്യുവാനുള്ള അപേക്ഷാ ഫീസ്. പാസ്പോർട്ട്, വിസ കോപ്പി, ID കാർഡ് തുടങ്ങിയ ചില ഡോക്യുമെൻസുകൾ ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലുള്ളവർ വില്ലേജ് ഓഫീസിൽ നിന്നും ഒരു ലെറ്റർ സൈൻ ചെയ്ത് വാങ്ങിക്കേണ്ടതായിട്ടുമുണ്ട്. അതും ഈ സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് ഈ സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. അതിൻ്റെ പ്രിൻ്റ് എടുത്ത് വില്ലേജ് ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് അതുകൂടി അപേക്ഷയുടെ കൂടെ അപ്ലോഡ് ചെയ്യണം. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: കഴിഞ്ഞ 6 മാസമായി ഞാൻ നാട്ടിലുണ്ടെന്നും വിദേശത്ത് 2 വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്തിട്ടുണ്ടെന്നും ഇനിയും തിരിച്ചു പോകുന്നില്ല എന്നും ഉള്ളതാണ്. ഈ പ്രവാസി പെൻഷൻ പദ്ധതിയിൽ ചേരുവാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയാണ്. ഇനിയും പ്രവാസി ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് എങ്ങനെ ലോഗിൻ ഐഡിയും പാസ്വേഡും ഉണ്ടാക്കാം എന്ന് നോക്കാം. www.pravasikerala.org എന്ന സൈറ്റ് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു വിൻഡോയാണ് കാണുവാൻ കഴിയുന്നത്. ഇവിടെ ഇതുപോലെയുള്ള ചില നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നു. വായിച്ചു നോക്കുക. ശേഷം കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ പുതുതായി അപേക്ഷിക്കുന്നതിനും നിലവിലുള്ള അംഗത്വം ഉള്ളവർക്ക് ലോഗിൻ ഐ ഡി, പാസ്വേഡ്, ഏതെങ്കിലും മൊബൈൽ നമ്പർ എന്നിവ ഉപയോഗിച്ച്
പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുവാനും ഇനിയും ലോഗിൻ ഐ ഡി പാസ്വേഡ് ഉള്ള നിലവിലുള്ള മെമ്പേഴ്സിനെ അതിൽ നിങ്ങളുടെ ലോഗിൻ ഐ ഡി പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു വിൻഡോ കാണുവാൻ കഴിയുന്നതാണ്. അതിൽ ചില നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നത് വായിച്ചു നോക്കുക. ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് ഇവിടെ കാണുന്ന register.public/public/index.php/online/public-login എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിൻഡോ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അവിടെ ആദ്യം കാണുന്നത് ന്യൂ രജിസ്ട്രേഷൻ ആണ്. അത് ആദ്യമായി അംഗത്വം എടുക്കുന്നവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നതിനും നിർദ്ദേശങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പുതുതായി നിങ്ങൾക്ക് അംഗത്വം എടുക്കാവുന്നതാണ്. ഇവിടെ രണ്ടാമതായി കാണുന്ന അതായത് എക്സിസ്റ്റിംഗ് മെമ്പർ രജിസ്ട്രേഷൻ, നിലവിൽ അംഗത്വമുള്ളവർ, പ്രവാസി ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ളവർ ആണ്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് പുതിയ ലോഗിൻ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മെമ്പർഷിപ്പ് നമ്പർ ചോദിക്കുന്നതാണ്. പ്രവാസി ക്ഷേമനിധിയിൽ അംഗമായ നമ്പർ ചോദിക്കുന്നതാണ്. അത് നൽകിയതിന് ശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക. ഡേറ്റ് ഓഫ് ബർത്ത് അന്ന് അപേക്ഷയിൽ കൊടുത്ത ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയാണ് നൽകേണ്ടത്. ആപ്ലിക്കേഷനിൽ നേരത്തെ കൊടുത്ത ഡേറ്റ് ഓഫ് ബർത്ത് നൽകണം. കാരണം ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചാണ് ഈ രജിസ്ട്രേഷൻ നമ്പർ ഓപ്പൺ ആക്കുവാൻ നമുക്ക് കഴിയുന്നത്. ശേഷം ഫോൺ നമ്പർ നൽകുക. അത് നിലവിൽ ഉപയോഗത്തിൽ ഉള്ളത് നൽകുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയും വിദേശത്തെ നമ്പറാണ് നിങ്ങൾ നൽകുന്നത് എങ്കിൽ ഫോൺ നമ്പറിൽ ഇടതുവശത്ത് കാണുന്ന സൈനിൽ ക്ലിക്ക് ചെയ്ത് രാജ്യം കൂടി എൻ്റർ ചെയ്യണം. അതായത് എല്ലാ രാജ്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നതാണ്. സൗദി അറേബ്യ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് സൗദിയിലെ നമ്പറാണ് എൻ്റർ ചെയ്യേണ്ടത്. ശേഷം വേരിഫൈ മൊബൈൽ നമ്പർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു പാസ്വേഡ് നിങ്ങളുടെ മൊബൈലിൽ വരുന്നതായിരിക്കും. അതായിരിക്കും നിങ്ങളുടെ പാസ്വേഡ്. അതുപോലെ യൂസർ നെയിം നിങ്ങളുടെ മൊബൈൽ നമ്പറും ആയിരിക്കും. ഇനിയും ഈ പാസ്വേഡ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാവുന്നതുമാണ്. അത് പ്രത്യേകം ഈ പാസ്വേഡും യൂസർ നെയിം നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പർ ആയിരിക്കും. പാസ്വേഡ് നിങ്ങളുടെ മൊബൈലിൽ വന്ന മെസ്സേജ് ആയിരിക്കും. അത് നോട്ട് ചെയ്തിട്ട് അതുപയോഗിച്ചാണ് പിന്നീട് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് അത് എപ്പോഴും ഓർത്തു വെക്കുക. അടുത്തതായി അപ്പോൾ കിട്ടുന്ന ഈ യൂസർ നെയിം, അതായത് മൊബൈൽ നമ്പറിൽ ശേഷം കിട്ടിയ പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി ഈ കാണുന്ന ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ശേഷം മൊബൈലിൽ കിട്ടിയ പാസ്വേഡ്, അതിനുശേഷം ഈ താഴെ കാണുന്ന ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐ ഡി, അതായത് പ്രവാസി ക്ഷേമനിധിയിൽ ഉള്ള ഐ ഡി നമ്പർ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതിൽ മുകളിൽ കാണുന്ന 3 ലൈനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രൊഫൈൽ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ചെക്ക് ചെയ്യാൻ സാധിക്കും. 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രൊഫൈൽ/മെമ്പർഷിപ്പ്, അതുപോലെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് എടുക്കാവുന്നതാണ്. മൂന്നാമതായി സബ്സ്ക്രിപ്ഷൻ, അതായത് അംശാദായം അടയ്ക്കുന്നതിന് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നതാണ്. അതുപോലെ ഇതുവരെ അടച്ചിട്ടുള്ളതിൻ്റെ വിവരങ്ങളും അവിടെ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും. ATM കാർഡ് ഉപയോഗിച്ച് ഇന്ത്യയിൽ നിന്നും നിങ്ങൾക്ക് ഈ അംശാദായം അടയ്ക്കാവുന്നതാണ്. അവസാനമായി ഇതിൽ കൂടി തന്നെ സഹായങ്ങൾക്കും അപേക്ഷിക്കാവുന്നതാണ്. അതായത് വിദ്യാഭ്യാസ സഹായം, വിവാഹ സഹായം, ചികിത്സയ്ക്കുള്ള സഹായങ്ങൾ. അതിനുശേഷം 60 വയസ്സ് തികയുമ്പോൾ പെൻഷന് വേണ്ടി അപേക്ഷിക്കുന്നതും ഓൺലൈൻ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നിലവിലുള്ള മെമ്പേഴ്സ് എല്ലാവരും ലോഗിൻ ഐ ഡി പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഓൺലൈനിൽ കൂടി ഇനി മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ 60 വയസ്സ് തികയുമ്പോൾ പെൻഷൻ അപേക്ഷിക്കുന്നതിനും അതുപോലെ ഈ കാലയളവിൽ വിവാഹ സഹായം, മറ്റ് സഹായങ്ങൾക്ക് അപേക്ഷിക്കുന്നതിനും കഴിയുള്ളൂ. സൈറ്റിലൂടെ ഇപ്പോൾ ആ അപേക്ഷാ ഫോറങ്ങൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പക്ഷേ ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് അപേക്ഷ സ്വീകരിക്കാൻ വിമുഖത കാണിക്കുകയാണ് ഇത് ചെയ്യുന്നത്.
ചുരുക്കത്തിൽ www.pravasikerala.org എന്ന സൈറ്റിൽ ലഭിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ലോഗിൻ ID പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നതോടുകൂടി അവിടെയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ ഓൺലൈനിൽ കൂടി നിങ്ങളുടെ സഹായങ്ങൾക്കും പെൻഷനുമുള്ള അപേക്ഷയും സമർപ്പിക്കാവും. എല്ലാ പ്രവാസി ക്ഷേമനിധിയിൽ അംഗങ്ങളായവരും നിർബന്ധമായും ലോഗിൻ ID പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് അക്കൗണ്ട് സുരക്ഷിതത്വമാക്കുക. കൂടുതൽ വിവരങ്ങൾ ഈ സൈറ്റ് സന്ദർശിക്കുക. ഈ സൈറ്റിൻ്റെ പേര് www.pravasikerala.org എന്നതാണ്. നേരത്തെ ഇത് www.pravasiwelfarefund.org എന്നതായിരുന്നു. അങ്ങനെ സെർച്ച് ചെയ്താലും ഇപ്പോൾ pravasikerala.org എന്ന സൈറ്റിലാണ് എത്തിച്ചേരുന്നത്. ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.